നമസ്കാരം. തേർഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്. ഇന്നത്തെ യാത്രകൾ വെറും കാഴ്ചകൾ കാണാനായി മാത്രമുള്ളതല്ല, പുതിയ മനുഷ്യരെ കണ്ടെത്താനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുമുള്ള അവസരമായി തന്നെ മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് യാത്ര എന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊപ്പമോ പോകുന്നതായിരുന്നു അതിൻ്റെ ഒരു പതിവ്. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ അപരിചിതരായ ആളുകളോടൊപ്പം ലോകം ചുറ്റിക്കറങ്ങുന്നതാണ് പുതിയ ട്രെൻഡ്. അതെ, അതാണ് കമ്മ്യൂണിറ്റി ട്രാവൽ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളിൽ പലരും. പക്ഷെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകാനും ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് ഒരേ താല്പര്യമുള്ള അപരിചിതർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി ചേർന്ന് യാത്ര പോകുന്നത്. യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും അന്യരാണ്. പക്ഷെ മടങ്ങിയെത്തിയാലോ അവരൊക്കെ അടുത്ത സുഹൃത്തുക്കളായി തന്നെ മാറിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ട്രിപ്പുകൾക്ക് ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയാണ്. പ്രത്യേകിച്ച് ജെൻസിയും മില്ലേനിയൽസും. അതിവേഗത്തിലാണ് ഇവരിതിനെ ഏറ്റെടുത്തത്. ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഏകാന്തത ഒഴിവാക്കാം. തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ പുതിയ ആളുകളെ പരിചയപ്പെടുന്നത് പലർക്കും ഒരു ആശ്വാസവും തെറാപ്പിയുമാണ്. രണ്ടാമത് സുരക്ഷിതത്വം. പ്രത്യേകിച്ച് സോളോ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. മൂന്നാമത് ചിലവ് കുറയും. താമസവും യാത്രയും ഗ്രൂപ്പായി പങ്കിടുമ്പോൾ ബജറ്റിൽ തന്നെ മികച്ച യാത്രാനുഭവം ലഭിക്കും. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ട്രാവൽ ട്രെൻഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് വിയറ്റ്നാം. കുറഞ്ഞ ചിലവ്, ലളിതമായ വിസ നടപടികൾ, മനോഹരമായ പ്രകൃതി, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, ഇതെല്ലാം യുവാക്കളെ വിയറ്റ്നാമിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഹാനോയ്, ഡാനാങ്, ഹോച്ചിങ് മിൻ സിറ്റി പോലുള്ള നഗരങ്ങളുടെ കൾച്ചറൽ വൈബ്, കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുന്ന മനോഹര കാഴ്ചകൾ എല്ലാം കൂടി വിയറ്റ്നാമിനെ യുവാക്കളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്തെ ബോറിംഗ് ടൂർ പാക്കേജുകൾക്ക് പകരം സാഹസികതയും സൗഹൃദവും നിറഞ്ഞ ഈ കമ്മ്യൂണിറ്റി ട്രിപ്പുകൾ 2026 വലിയ ട്രാവൽ ട്രെൻഡായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്.